ഞങ്ങൾക്കുമുണ്ട് പറയാൻ. ആനുകാലിക വിഷയങ്ങളുടെ ജനപക്ഷത്തു നിന്നുള്ള കേൾവി. ഞങ്ങൾക്കുമുണ്ട് പറയാൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മണൽവയൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യുന്നത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മണൽവയലിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കൃഷി നശിക്കുന്നത് മാത്രമല്ല, ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ നാട്ടുകാർ കഴിയുന്നത്. കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുക്കുന്ന കൃഷികൾ ഒറ്റ രാത്രി കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ കർഷകർ അനുഭവിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ തകർച്ചയും വിവരണാതീതമാണ്. നിലവിൽ മണൽവയൽ പ്രദേശത്ത് നേരിടുന്ന വന്യമൃഗശല്യത്തെക്കുറിച്ച് പ്രദേശവാസിയായ ബാബുരാജനുമായി ജോബിഷ് ജോസ് നടത്തുന്ന അഭിമുഖം. അച്ഛൻ്റെ പേര് പറഞ്ഞോ? ബാബുരാജൻ. ബാബുരാജൻ മണൽവയൽ സ്വദേശിയാണ്. മണൽവയൽ സ്വദേശിയാണ്. നമുക്കിവിടെ എന്താണ് വിഷയം? നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷി സ്ഥലങ്ങളിലെല്ലാം വന്യമൃഗ ശല്യം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പലരും കൃഷി നിർത്തുന്ന സാഹചര്യമുണ്ട്. ഈ കൃഷി സ്ഥലങ്ങളെല്ലാം തരിശായി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വയൽ പോലെയുള്ള സ്ഥലങ്ങളൊന്നും നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ പന്നി ഇറങ്ങുന്നു. പന്നി ഇറങ്ങി അത് പൂട്ടി നിരത്തി കളയുന്നു. അതേപടി ആന വരുന്നു. അപ്പോൾ ആ വയൽ പോലെയുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവിടെ കൂടുതൽ വനങ്ങളായിട്ട് കാട് പിടിച്ച് കിടക്കുന്നതിനകത്ത് ഈ മൃഗങ്ങൾ താവളമാക്കുകയും അത് വനത്തിൽ നിന്ന് പുറത്ത് താമസം ആക്കുകയും നാട്ടിലിറങ്ങി പല സാധനങ്ങളും നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ കൃഷിക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട വന്യമൃഗം എന്ന് പറയുന്നത് ഇപ്പം കുരങ്ങനാണ്. കുരങ്ങൻ ഒരു കൂട്ടത്തോടെ നൂറുകണക്കിന് കുരങ്ങൻ വന്നിട്ട് എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ ഏലം, വാഴ, ഇഞ്ചി, ചേന ഇതൊക്കെ വലിച്ചു കീറിയിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപടി തെങ്ങ കയറി തേങ്ങകൾ മുഴുവൻ ചെറിയ തേങ്ങകൾ പറിച്ച് കളയുക, അടയ്ക്ക കളയുക. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരൻ ഏറ്റവും വലിയൊരു ദുരിതത്തിലായി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പുതിയ തലമുറകളെല്ലാം മറ്റു തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും വീടുകളിലൊന്നും ആളില്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മലയണ്ണാൻ, മയില് ഇങ്ങനെയുള്ള സാധനങ്ങളുടെയും വർദ്ധിച്ച ശല്യം കണ്ടമാനമായി. ഇതെല്ലാം കൂടെ പെറ്റുപെരുകി ഒരുപാട് ആയി ആളുകൾക്ക് ഒരു സാധനവും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതേപടി കാട്ടുപന്നി പോലെയുള്ള സാധനങ്ങൾ, നമ്മൾ ചേന, ചേമ്പ്, കപ്പ ഇതൊന്നും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഈ മൃഗങ്ങൾ വന്ന് നശിപ്പിച്ച് കളയാണ്. അതായത് ആദിമ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1960കളിൽ ഇത്ര മൃഗശല്യം ഇവിടെ ഇല്ലായിരുന്നു. അന്ന് ഇതിൽ കൂടുതൽ വനമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉള്ള ആളുകളെല്ലാം കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു മാറിയ വ്യവസ്ഥിതി അനുസരിച്ച് വനസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് വർദ്ധിച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അതിഭീകര അന്തരീക്ഷം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളാണേലും കവുങ്ങ്, തെങ്ങ് ഈ സാധനങ്ങളെല്ലാം ഓരോ കേടുവന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഇതോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസം തേടിയാൽ പോലും ഇവിടെ തൊഴിൽ കിട്ടാത്ത സാഹചര്യത്തിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന ഒരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരവസ്ഥ വെച്ചിട്ട് ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കേണ്ട സാഹചര്യം വളരെ അതിക്രമിച്ചു. അതായത് വനംവകുപ്പിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ ഇതിനെയൊന്നും പ്രതിരോധിക്കാനുള്ള ഒരു നടപടികളും ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നില്ല. എവിടെയെങ്കിലും ഒരു കുറച്ച് ഫെൻസിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇട്ടുവെച്ചത് കൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരമാർഗമായിട്ടില്ല. ഇത് പൂർണ്ണമായും തടയാതെ കൃഷിക്കാരന് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ആവശ്യ സാധനങ്ങൾ മുഴുവൻ ഒരു കപ്പക്കിഴങ്ങ് വരെ ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഈ അവസ്ഥ കൊണ്ടാണ്. അത് എങ്ങനെയെങ്കിലും ഉൽപ്പാദിപ്പിച്ച് കൃഷി നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. തരിച്ചു കിടക്കുന്ന ഭൂമികൾ കൃഷി ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് ഈ മണൽവയൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ വൻതോതിൽ വന്യമൃഗശല്യം ഉണ്ട്. എന്തൊക്കെ മൃഗങ്ങൾ എങ്ങോട്ടേക്ക് നാടിറങ്ങുന്നത്? ആന, പന്നി, കടുവയടക്കം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കടുവ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറി. ഇപ്പം പശുക്കളെ പിടിക്കുന്നത്, നമ്മുടെ വളർത്തുമൃഗങ്ങൾ, പശു, ആട് ഇതിനെയൊക്കെ പിടിച്ചിട്ട് ആ മേഖലയും കൂടി ഒരു സ്തംഭനാവസ്ഥയിലാണ്. പിന്നെ പന്നി, മയില്, മലയണ്ണാൻ, കുരങ്ങൻ, ഒരുവിധം എല്ലാ സാധനങ്ങളും, എല്ലാ വന്യമൃഗ ശല്യങ്ങളും ഈ പ്രദേശത്ത് രൂക്ഷമായി കൃഷിക്കാരെ ശല്യം ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തുനിന്ന് ഫോറസ്റ്റിലേക്ക്, വനഭൂമിയിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 1 കിലോമീറ്റർ പോയാൽ വനഭൂമിയായി. ഏത് പ്രദേശം പേര്? അത് മടാപ്പറമ്പ് ഭാഗം, ഈ കല്ലുവേൽ ഫോറസ്റ്റ് ഭാഗം.
ഭാഗം. പിന്നെ ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇരളം ഭാഗത്തും കാടാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഫെൻസിങ് നമ്മുടെ ഈ വനംപ്രദേശത്ത് വനം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കുറച്ചൊക്കെ ഫെൻസിങ്ങുകളും കുറച്ച് വേലികളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ തകർത്ത് ആന പോലെയുള്ള ജീവികൾ കടന്നു വരുന്നുണ്ട്. ഇപ്പം ഈടുറ്റ ഫെൻസിങ്ങിന്റെ നിർമ്മാണത്തിലാണ് വനം വകുപ്പുള്ളത്. പല ഭാഗങ്ങളിലും ഇത്തരം ഫെൻസിങ്ങുകൾ പണി പൂർത്തീകരിച്ചു വരുന്നു. ചിലതിൽ അതിവേഗം അവർ തുടരുന്നു. ചില ഭാഗത്ത് വളരെ സ്ലോയിലും പണി ഉണ്ട്. ഈ ഭാഗം എങ്ങനെയുള്ളതാണ്? ഈ ഗവൺമെന്റിന്റെ ഒരു കട്ടിയുള്ള ഫെൻസിങ് ഉണ്ടല്ലോ, ആ ഫെൻസിങ്, ആ ഒരു ഫെൻസിങ് നമ്മുടെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. നിലവിൽ ഇരളം ഭാഗത്തും മടാപ്പറമ്പോ ഈ കല്ലുവേല് ആ ഭാഗത്തേക്കൊന്നും കട്ടിയുള്ള ഫെൻസിങ് വന്നിട്ടില്ല. ആ ഫെൻസിങ് പണി പൂർത്തിയാകുമ്പം ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യങ്ങൾ നല്ലൊരു ശതമാനം കുറയുമെന്നാണ് മറ്റ് ഫെൻസിങ് പൂർത്തിയായ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ വയനാടിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ നേരിടുന്നതാണ്. എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറ ഇത്തരം കാർഷിക മേഖലകളിലേക്ക് തിരിയുന്നില്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. മാത്രമല്ല നമുക്കൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൃത്യമായി നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആശങ്കയിലും ഒരു വിഷാദത്തിലുമാണ് ഈ കർഷകർ, പുതിയ തലമുറ, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. കാരണം ഇത് ചെയ്താൽ അവരുടെ ഒരു ജീവിതം ഇതിനു വേണ്ടി പാഴാക്കി കഴിയുമ്പോൾ അതിനുള്ള ഒരു ബെനിഫിറ്റ്, കുറെ അധ്വാനിക്കാന്നല്ലാതെ ഒരു ലാഭമോ സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊരു ഞാണിമ്മേക്കളി എന്നുള്ള നിലയ്ക്ക് അതൊരു പരീക്ഷണത്തിന് പുതിയ തലമുറ തയ്യാറല്ല. ഒരു 50 ഏജ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമേ ഇപ്പോൾ കാർഷിക രംഗത്തുള്ളൂ. കാരണം അവർക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. ഇനി ഇത് തുടരാതെ മാർഗ്ഗങ്ങളില്ല. പക്ഷെ അവരുടെ മക്കളായിട്ട് ഇത് പോകുന്നതിൻ്റെ സാഹചര്യം ഇതാണ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങ് അത്രമാത്രം മൃഗശല്യം രൂക്ഷമാണ്. അപ്പം ഇത് മനുഷ്യനും മൃഗത്തിനും ജീവിക്കാനുള്ള, അതായത് മൃഗങ്ങൾക്ക് ശരിക്കും കാടും നാടും വേർതിരിച്ച് മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കുന്ന സംവിധാനം ഇല്ലെങ്കിൽ ഭാവി തലമുറ ഒരു കാരണവശാലും ഈ കൃഷി രംഗത്തേക്ക് മടങ്ങി വരില്ല. നമുക്ക് പുതിയ തലമുറ കൃഷി രംഗത്തില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഈ കാർഷിക മേഖലയിലേക്ക് അധികം ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ആന ഉപദ്രവിക്കാത്ത ഏതെങ്കിലും ഒരു വിള കൃഷി ചെയ്താൽ മതി. ഇല്ലി കൃഷിയോ ഓടാമുള്ള കൃഷിയൊക്കെ നമുക്കുണ്ട്, അതൊന്നും ആന ഉപദ്രവിക്കില്ല. പക്ഷേ നമ്മുടെ ഉപജീവന മാർഗ്ഗ കൃഷിയാണ്. ഓട കൊണ്ടൊന്നും നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപജീവനത്തിനുള്ള ഏക വരുമാനം കൃഷി ആയതുകൊണ്ട് തന്നെ കൃഷിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഗവൺമെന്റ് പോകേണ്ടതുണ്ട്. ഉറപ്പായിട്ടും പോകണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എല്ലാ സാധനങ്ങളും കൃഷിക്കാരന് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് അന്യ സംസ്ഥാനത്തു നിന്നാണ് നമ്മളിപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തും അത് നമ്മുടെ ഈ മേഖലകളിലും അത് സജീവമായി നിലനിന്നിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഭാവിയിലേക്ക് വരും. കാരണം നമ്മളിത് ഭീകരമായ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ബാബുരാജ് ചേട്ടൻ ഏതെങ്കിലും സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രസ്ഥാനമൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാനിവിടെ ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റാണ്. മറ്റ് പാർട്ടിയിലുണ്ടായിരുന്നു നേരത്തെ, ഇപ്പം നിലവിലില്ല. പക്ഷെ ഇവിടെ ഈ മൃഗങ്ങൾ കടുവയൊക്കെ വരുന്ന സമയത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് സജീവമായിട്ട് നമ്മൾ ഇടപെടാറുണ്ട്. കാര്യങ്ങൾ ഫോറസ്റ്റുകാരോടൊക്കെ അടക്കം സംസാരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങി ഏറ്റവും ശല്യം ഉണ്ടാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നോ? ഉണ്ട്. അതായത് ആന, നമ്മുടെ ചക്ക സീസണിൽ ആന വന്നു കഴിഞ്ഞാൽ ആന ഈ ഒരു പ്രദേശം മുഴുവൻ അവിടെ നിൽക്കുന്ന വാഴ, മറ്റ് സാധനങ്ങൾ, തെങ്ങ് അടക്കം കളയുന്ന സാഹചര്യമുണ്ട്. അതൊരു കുറഞ്ഞ ഭാഗത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നേരം വെളുക്കും, പിന്നെ തിരിച്ചു പോകും. അതേപടി പന്നി എല്ലാ സാധനങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മളൊരു ചേമ്പ് നട്ടുവെച്ചാൽ അതുപോലും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കുത്തിക്കളഞ്ഞ് അത് കൂട്ടത്തോടെ ഇങ്ങ് വരും, വന്നിട്ട് കളഞ്ഞു പോകും. അതേപടി കുരങ്ങൻ എപ്പോഴും ആഴ്ചയിൽ ഒന്നെങ്കിലും ഗ്യാങ്ങായിട്ട് വന്ന് മൊത്തം തകർക്കുന്ന അവസ്ഥയും ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവും ഇല്ലാതെ എല്ലാം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ ഇപ്പം ഞങ്ങൾ വന്നപ്പം അതിരാറ്റുകുന്ന് പ്രദേശത്തെത്തിയപ്പോൾ ഒരു മാനിനെ കണ്ടു റോട്ടിൽ. അത്യാവശ്യം നല്ല തടിച്ചു കൊഴുത്തൊരു മാനാണ്. ഈ മാൻ എന്താണ് ഉപദ്രവം ഉണ്ടാക്കുക? മാന്, അതായത് നമ്മൾ ഈ കൃഷിക്കാര് ഈ പശുവിന് വേണ്ടി നട്ടു വളർത്തുന്ന പുല്ലില്ലേ, പുല്ല് കടിച്ചു പറിച്ച് തിന്നും. അതേപടി വാഴയുടെ കൂമ്പ് മൊത്തം, എനിക്കൊരു കുറച്ച് വാഴ ഒരു വർഷം ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയിട്ട് ഇത് വന്ന് ഇതിന്റെ കൂമ്പ് മൊത്തം കടിച്ചു പറിച്ച് തിന്നിട്ട് പോകും, പുല്ല് തിന്നും. അങ്ങനെ കുറെ നാശങ്ങൾ മാനുണ്ടാക്കുന്നുണ്ട്. വന്യമൃഗ ശല്യം കൂടുമ്പോൾ നമ്മൾ ആരെങ്കിലും പോയിട്ട് പരാതി പറയുകയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു കടുവ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് വന്നൊരു പശുവിനെ ആക്രമിച്ച് കൊന്നു. അതിനെ ഭക്ഷിക്കാൻ പറ്റിയില്ല, കടുവ പോയി. അപ്പോൾ ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ഫോറസ്റ്റുകാരടക്കം വന്നിട്ട് ഈ ലൈബ്രറി വെച്ച് തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അതേപടി ഈ വന്യമൃഗങ്ങൾ കളയുന്ന സാധനങ്ങളുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കാറുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ക്ഷീരകർഷകർ കൂടുതലുള്ള മേഖലയാണോ അത്? ക്ഷീരകർഷകർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറഞ്ഞു. വന്യമൃഗത്തിന്റെ ആക്രമണം അതൊരു പരിധിവരെ ഒരു കാരണമുണ്ട്. പല വീടുകൾ
സൈഡുകളിലും ആട്, പശു ഇതിനെയൊക്കെ പിടിച്ച സംഭവമുണ്ട്. ക്ഷീരമേഖലയിൽ ആദ്യം ക്ഷീരമേഖല സജീവമായിരുന്നു. ഇപ്പോൾ ക്ഷീരമേഖലയിൽ ആളുകൾ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഉള്ളത്. അത് ഫാം ഒക്കെ ആയിട്ട് നടത്തുന്ന ആളുകളാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. പിന്നെ അതെല്ലാം ഒരു ഏജ് കഴിഞ്ഞ ആളുകളാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പുതിയ തലമുറ ഇതിനകത്ത് വരുന്നില്ല. അവരുടെ ഒരു കാലത്തോടെ ഇതൊക്കെ നിന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ട്. നമുക്കിപ്പം ഒരു കണ്ട ഇഞ്ചി നട്ടാൽ അതിൽ കോഴി ചകഞ്ഞ് കളഞ്ഞാൽ പോലും നമുക്ക് തുടർന്നത് പണിയെടുക്കാനുള്ള ഒരു പ്രേരണയും ഒരു പ്രതീക്ഷയും പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും തെങ്ങെല്ലാം പിടത്തിയിടുകയും ഈ പറഞ്ഞ പോലെ മാന് തൊലിയെല്ലാം ഊർത്തി കഴിച്ച് എല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്യുമ്പോൾ നമുക്ക് തുടർന്ന് കൃഷി ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന്. അങ്ങനെ നിരാശയിലാകുകയാണ് കർഷകർ ചെയ്യുന്നത്. പക്ഷേ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കേണ്ടതുണ്ട്. നാടും വേർതിരിക്കേണ്ടതുണ്ട്. അവർക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. ഇപ്പം ഒരു മൃഗത്തിന് അറിയില്ല ഇത് എൻ്റെ സ്ഥലമല്ല, ഇന്നയാളുടെ സ്ഥലമാണെന്ന് ഒരു പക്ഷേ അറിയില്ല. കാരണം ഇതൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്ന മൃഗങ്ങൾ തന്നെയാണ്. ആദ്യകാലത്തേക്കാൾ പ്രജനനം കൂടിയിട്ടുണ്ട്. മനുഷ്യർ പെരുകുന്നത് പോലെ തന്നെ വന്യമൃഗങ്ങളും പെരുകുന്നുണ്ട്. അപ്പം രണ്ടിനും ജീവിക്കേണ്ട തരത്തിൽ എന്ത് ഒരു പരിഹാരമാണ് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചേട്ടനെ പോലെ ആളുകൾ പങ്കുവെക്കുന്നത്? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ ഒരുപാട് പെറ്റുപെരുകി പറഞ്ഞതുപോലെ വർദ്ധിച്ചു. ആദ്യ കാലഘട്ടത്തൊന്നും ഇത്രയും മൃഗങ്ങളില്ലായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ വനസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫോറസ്റ്റ് ഒരു കടുത്ത സമീപനമാണ് എടുക്കുന്നത്. മൃഗങ്ങൾ സംരക്ഷിക്കുക, അതാണ് എല്ലാ മൃഗങ്ങളും ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിന് കാരണം. അപ്പോൾ ആ മൃഗങ്ങളെ ഒരു പരിധിവരെ നമ്മൾ വനത്തിന് ഉള്ളിൽ തന്നെ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. പിന്നെ ഈ കടുവ വന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് ഈ കടുവേനെ പേടിച്ചിട്ട് ഈ മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. കടുവ വനത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കടുവേനെ പേടിച്ചിട്ട് ഈ കാട്ടുപന്നി, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ചാടുന്നത് കടുവ വന്നതോടുകൂടിയാണ്. കടുവ നമുക്കറിയാം, പണ്ടൊന്നും കടുവയില്ല. ഇപ്പോൾ അത് കടുവയെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം വനത്തിനുള്ളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി അതിന് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തീറ്റ സാധനങ്ങൾ എന്തെങ്കിലും വനത്തിനുള്ളിൽ നട്ട് വനത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാതെ നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. മൃഗങ്ങൾക്കും ജീവിക്കണം, അവരും ജീവനാണ്, നമുക്കിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് പെറ്റുപെരുകുന്നതിന് ഒരു നിയന്ത്രണം ഏതെങ്കിലും മാർഗത്തിൽ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് അധികം വരാത്ത രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തിയാൽ, അതായത് ഫെൻസിങ്, നല്ല വേലികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി അതിനുള്ളിൽ തന്നെ തീറ്റ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി ആ ഒരു മാർഗം ഇതിനകത്ത് നിലനിൽക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഒരു ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്, എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം കൂടിയാണത്. അതായത് നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ചേട്ടൻ പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ കടന്നു തന്നെ പ്രശ്നമുണ്ട് വന്യമൃഗങ്ങൾക്കുണ്ട്. കർഷകർക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ ഈ വന്യമൃഗശല്യം വളരെ വലിയ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത മൊത്തം കേരളത്തിൽ ഈ വാർത്ത പ്രചരിപ്പിക്കുമ്പം വയനാട് ജില്ലയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുന്നു. നമ്മുടെ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയുന്നു. കാരണം വന്യമൃഗ ശല്യമുള്ള നാടാണ്. ടൂറിസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പം ഇരുളമല്ല, നമ്മുടെ കുറുവാദ്വീപിന്റെ പ്രദേശത്ത് അന്ന് സംഭവം ഉണ്ടായതിനു ശേഷം അവിടുത്തെ നാട്ടുകാർ തന്നെ വലിയ രീതിയിൽ അത് സമരം ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊക്കെ വേണമില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൂറിസം നിന്നുപോയി. ഇന്നും കുറുവാദ്വീപിലേക്ക് പ്രവേശിപ്പിക്കുന്ന സഞ്ചാരികളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാരിൽ പലരും ഒഴിഞ്ഞുപോയി. അവരുടെ ഒരു ജീവിത വരുമാനം തന്നെ നിന്നുപോയി. നമുക്കിതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നിൽക്കാം ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ? അതായത് ഇതിൻ്റെ സമരം ചെയ്യണം, ഇത് പ്രശ്നമാണ്, ഇത് പരിഹരിക്കണം. പക്ഷേ നമ്മളിത് വലിയ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൂറിസം ആണ് ഇപ്പോൾ നമ്മുടെ മേഖലയിൽ ഈ വർദ്ധിച്ചു വരുന്ന ഒരു സംഭവം. നമുക്കറിയാം, ഹോം സ്റ്റേകൾ വയനാട് ജില്ലയെ സംബന്ധിച്ച് കണ്ടമാനം ഇപ്പം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ മൃഗങ്ങളെ കാണാനും മൃഗങ്ങളുള്ള സ്ഥലത്തൊക്കെ കൂടുതലായിട്ട് ഹോം സ്റ്റേകളെ കാണാം, ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെ. കാരണം ഇത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മറ്റ് മേഖലകളിൽ നിന്ന് പോകുമ്പോൾ അത്യാവശ്യ സാഹചര്യങ്ങളിലെ ആളുകളൊക്കെ ഒരു ഹോം സ്റ്റേ പണിതിട്ട് അത് ഒരു വരുമാന മാർഗമാക്കി കൊണ്ടുവരികയാണ്. കൃഷിമേഖലയിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്ന സാഹചര്യം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞത് നമുക്ക് ശരിക്കും ഇതെല്ലാം കൂടി നിലനിർത്തണം. കൃഷിയും വേണം, ഹോം സ്റ്റേ വേണം, ടൂറിസം വേണം, എല്ലാം വേണം. അപ്പോൾ അതിന് ഒരു സ്ഥലത്തിന്റെ മാർക്കറ്റ് വാല്യൂ പോകാനും പാടില്ല. അപ്പോൾ ഈ ടൂറിസം വന്നതോടെ ഏതാണ്ട് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. കൃഷിക്ക് വേണ്ടി ആരും സ്ഥലം എടുക്കുന്നില്ല, വളരെ കുറച്ച് ആളുകളെ സ്ഥലം എടുക്കുന്നുള്ളൂ. ടൂറിസമാണ് മെയിനായിട്ട് ഇപ്പോൾ വയനാട് ഉദ്ദേശിക്കുന്ന, അതാണ്. ആ ഒരു മാർക്കറ്റ് വാല്യൂ
ഉണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ കുറേ മൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയൊക്കെ വരും. പക്ഷെ അത് ഇവിടെ ജീവിക്കുന്ന ആളുകളെ അത് ബാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള ഒരു നയം രൂപീകരണം ഗവൺമെന്റ് എടുക്കണം. അതെ, എല്ലാം കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ആലോചനയിലൂടെ അല്ലെങ്കിൽ പഠനങ്ങളിലൂടെ ഒരു പുതിയ വഴികൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് മൊത്തത്തിൽ ഒന്നിനും കേടുവരുത്താത്ത രീതിയിൽ മൃഗങ്ങളും ജീവിക്കണം, മനുഷ്യനും ജീവിക്കണം, ടൂറിസം വേണം, പദ്ധതികൾ വരണം. പക്ഷെ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നല്ല ഒരു ഐഡിയാപരമായിട്ടുള്ള പ്രൊജക്ട് ഉണ്ടാവണം. എന്നാലേ കാര്യങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഭരണ നേതൃത്വത്തിലും നമ്മുടെ നാട്ടിലും വരണം. അപ്പൊ നമ്മുടെ ഈ വയനാടിന്റെ ഒരു ജനപ്രതിനിധികൾ അതിനകത്ത് നമുക്കറിയാം മാറി മാറി വരുന്ന ഭരണം, MLA, MP എല്ലാവരും ഇത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ആശയം ഇതുവരെ വന്നു കണ്ടിട്ടില്ല. ചർച്ചകൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും വാഗ്ദാനങ്ങൾ, ചർച്ചകൾ ഇന്ന രീതിക്ക്, പക്ഷെ അത് ക്രിയാത്മകമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു. വളരെ നല്ലൊരു പോയിന്റാണ് ഏട്ടൻ പറഞ്ഞത്. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു ആശയം രൂപീകരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ആർക്കും കേടുപാടുകൾ പറ്റാതെ, എന്നാൽ അതിന് പരിഹാരം ഉണ്ടാവുകയും വേണം. എന്തായാലും വളരെയധികം നന്ദി. നല്ലൊരു ആശയങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാം, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. എന്തായാലും ഓക്കെ, താങ്ക് യു. മണൽവയൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾക്കുമുണ്ട് പറയാൻ എന്ന ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. മണൽവയലിലെ വന്യമൃഗശല്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കേവലം ഒരു പരാതി മാത്രമല്ല, മറിച്ച് ആ നാട്ടിലെ കർഷകരും സാധാരണക്കാരും നേരിടുന്ന അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രാദേശിക ജനപ്രതിനിധികളും വനംവകുപ്പും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മണൽവയൽ സ്വദേശിയായ ബാബുരാജനുമായി ജോബിഷ് ജോസ് നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. ഞങ്ങൾക്കുമുണ്ട് പറയാൻ. ആനുകാലിക വിഷയങ്ങളുടെ ജനപക്ഷത്തു നിന്നുള്ള കേൾവി.